അയ്യോ, തുറന്നപ്പോഴേ പ്രശ്നമാണല്ലോ. 90 20 കയറി പിടിച്ചു. അമ്പടാ, അവൻ്റെയൊക്കെ പെടലി അടിച്ചോടിക്കണം, അതാണ് ചെയ്യേണ്ടത്. ഏതായാലും വിശദമായിട്ട് നോക്കിയേക്കാം. കോഴിക്കോട് സ്വന്തം ലേഖകൻ ബസ്സിൽ നിന്നും വീഴാൻ തുടങ്ങിയ 90 20 കയറി പിടിച്ച് ജീവൻ രക്ഷിച്ചു. അടിപൊളി. ആ പിടുത്തായിരുന്നു. ഞാൻ ഏതൊക്കെ വഴിക്ക് പോയി. ഓരോരോ ഹെഡിങ് കൊടുക്കും. വാർത്ത വേറെ, ഹെഡിങ് വേറെ. തുടങ്ങിയത് ഒരു സ്ഥലത്ത്, നിർത്തിയത് വേറൊരു സ്ഥലത്ത്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചേ ഇതൊക്കെ നമ്മൾ അറിയാതെ ആ റൂട്ടിലേക്കായി പോകും. അതുപോലത്തെ പരിപാടിയായി ഇവിടെയൊക്കെ നടക്കുന്ന നാട്ടിൻപുറത്ത്. പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്ത്രീകൾ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിച്ച് വസ്ത്രം ധരിച്ചാൽ കുറച്ചൊക്കെ വ്യത്യാസം വരുമായിരിക്കും. വന്ന് പിന്നെ ഓരോരുത്തരുടെ മൈൻഡില്ലേ ഇതൊക്കെ. ഓരോരോ ഗൗരി, ഷാൾ ഇടാതെ എവിടെ പോകുന്നു? കുളിക്കാൻ പോകുമ്പോ എന്തിനാ ഷോൾ ഇടുന്നത്? അതിനെ കുളിക്കാൻ പോകുമ്പോൾ ഷാൾ തല പൊട്ടി തെറിയോ? ഇവിടെ ആരും ഇല്ലല്ലോ, നമ്മളല്ലേ ഉള്ളൂ. നമ്മളല്ലേ ഉള്ളൂ. ഈ മീറ്റർ റീഡിങ്ങിന് KSEB ആള് വരുമ്പോൾ അവൻ നിന്നെ ശ്രദ്ധിച്ചാലോ? റീഡിങ്ങിന്റെ ആള് തോണ്ട അവിടെ നിക്കത്തേ ഉള്ളൂ. അവൻ അവിടെ നിന്നുണ്ട് അതേ മീറ്ററിൽ നിന്നെ നോക്കിയാലോ? ഒന്ന് പോട്ടാ, ക്ലീശയാണ്. അതല്ലേ ഓരോരുത്തന്മാർ ഇങ്ങോട്ട് കണ്ണും വെച്ചിരിക്കുവോ? അതാരാ അവിടെ നിക്കുന്നത്? ഇല്ല, ജീവ ഇരുന്ന് നോക്കണോണ്ടോ? അത് ടിവിയിലാണ്. അത് ടിവിയിലാന്ന്. ടിവിയിലാണല്ലോ അവന്റെ കണ്ണിവിടെ. അറിയാമോ? കഷ്ടമുണ്ട്. മീറ്ററിന്റെ കേസ് വിട്. നീ സീമന്തര സിന്ദൂരം തൊട്ടിട്ടുണ്ടോ? നോക്ക് എടി, അത് മുടി വെച്ച് മറച്ചിട്ടൊരു കാര്യമല്ലേ. കാണണം, നീ വിവാഹിതയാണെന്ന് വരുന്നവർ കാണണം. ഇത് നമ്മുടെ വീടിന്റെ അകമാണ്, അല്ലാതെ ഹൈവേ അല്ല. അപ്പൊ ഇത് ഹൈവേ അകത്താണ് നിന്റെ പ്രശ്നം ആണോ? അതാണോ നിന്റെ പ്രശ്നം? എന്താ ചേട്ടന്റെ പ്രശ്നം? എന്താ ഇന്ന് രാവിലെ പ്രകാശം വന്ന എന്തിനാ അടി? ഇന്ന് രാവിലെ പ്രകാശം വന്ന എന്തിനാ? അതെന്റെ കയ്യിൽ നിൽക്കുന്നതാണോ? സൂര്യൻ ഉദിക്കുമ്പോ പ്രകാശം വരില്ലേ? അടിപൊളി. ആ റൂട്ട് തിരിച്ചു വിട്ട വിടിയില് എടി, ഞാൻ അപ്പുറത്തെ വീട്ടിലെ പ്രകാശൻ. അവൻ എന്തിനാ ഇവിടെ വന്നത്? ആ പ്രകാശൻ അവൻ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ. വെള്ളം കുടിക്കാൻ അവന്റെ വീട്ടിൽ നല്ലൊരു കിണറും വെള്ളം ഉണ്ടല്ലോ, അവൻ അവിടുന്ന് കുടിച്ചാ പോരെ? അത് കിണറ്റില് പൂച്ച വീണ് ചത്തൂന്ന്. പൂച്ച വീണതായിരിക്കല്ല, അവൻ ഇവിടെ വരാൻ വേണ്ടി പൂച്ചനെ തള്ളിയിട്ടാണ്. എന്തുവാ ചേട്ടാ അങ്ങനൊന്നും പറയല്ലേ? അയാൾ എന്നോട് ഭയങ്കര മാന്യമായിട്ട്. ആദ്യം മാന്യമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. പ്രകാശനുമായിട്ടുള്ള കൂട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പൊതിച്ചോറ് മേടിക്കുമ്പോ കിട്ടുന്ന മോരുകറിയില്ലേ, മറ്റേ പ്ലാസ്റ്റിക് കൊണ്ടത്, അത് പൊട്ടിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ പറഞ്ഞു. അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങും വെക്കാനും പറ്റിയല്ല, നമ്മുടെ കൂടെ തന്നെ കൊണ്ടു നടക്കേണ്ടി വരും. എങ്ങോട്ടും വെക്കണ്ട, ഞാനേ പോയി കുളിച്ചിട്ട് വരാം. എനിക്ക് കുളിക്കണം, എനിക്ക് പോണെന്ന്. നീ നട്ടുച്ചൊക്കെ കുളിച്ച് അവിടെ പോകുന്നു? എനിക്ക് അയൽക്കൂട്ടത്തിലെ മീറ്റിംഗ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ. നീ ഏത് വഴിക്കാ പോകുന്നത്? ഞാൻ ആ പ്രകാശിന്റെ പറമ്പ് കൂടെ അങ്ങ് പോയാലേ. വേണ്ട, നീ നേരെ ചെന്നിട്ട് അങ്ങനെ ചുറ്റി വളഞ്ഞ വഴി കൊണ്ടോണ്ടു അതിലെങ്ങ് പോയാ മതി. ചുറ്റിക്കെട്ടാന്ന്. പ്രകാശിന്റെ വീട്ടിൽ കൂടെ കയറി പോയാൽ അത് വള്ളിക്കെട്ടാകും. മിണ്ടാതിരിക്കാവോ? ഞാൻ ഒന്ന് കുളിച്ചേച്ച് വരാം. പ്രകാശൻ അവൻ അയലോക്കത്ത് കിടന്ന് ചില്ലറ പരിപാടിയല്ല ഒപ്പിക്കുന്നത്. പറട്ടെ, ഈ വഴിയിൽ കാത്തു നിന്നു ഞാൻ, ഇന്നും അവൻ കാണാൻ വന്നില്ല. ചേച്ചി, എൻട്രി സോങ് പാടി വരുത്തുക. പാട്ടുപാടി മഴ പെയ്ച്ചെന്ന് കേട്ടിട്ടുണ്ട്. പാട്ടുപാടി പ്രകാശനം വരുത്തുന്നത് ഞാൻ ആദ്യം. ചേച്ചി ചേച്ചി ഇവിടെ ഇങ്ങനെ ഒരാള് പനംകുറ്റി പോലെ ഇരിപ്പുണ്ടോ? ഇവിടെ നിപ്പുണ്ടായിരുന്നു. ഇവിടെ നിന്റെ കണ്ണി പിടിച്ചില്ല. ഞാൻ അങ്ങോട്ട് വ്യൂ അങ്ങോട്ടായി. വ്യൂ അങ്ങോട്ടാണ്, അതെനിക്കറിയാം. നിന്റെ വ്യൂ ഞാൻ പിടിക്കും. ചേച്ചി ഒന്ന് വിളിച്ചേ. പൊടിക്കടങ്ങടാ. ഞാനിവിടെ ഭർത്താവ്, ഞാൻ നിപ്പില്ലേ. ചേച്ചി എവിടെയാണ്? ചേച്ചി കുളിക്കുക. എന്നാ പോയിട്ട് വരാം. അല്ലെന്ന് ഞാൻ വീട്ടിൽ പോയിട്ട് കുളി കഴിഞ്ഞ് ആ സമയത്ത് എന്തിനു കുളി കഴിഞ്ഞ് നീ വരണം? അതെന്നറിയോ ചേച്ചി, ഞാൻ തമ്മിൽ ചില്ലറ ഇടപാടൊക്കെ ഉണ്ട്, അപ്പൊ അതുകൊണ്ടേ. നിങ്ങൾ തമ്മിൽ ഇടപാടുണ്ടല്ലേ? അതെ അതെ. എന്തിടപാടാടാ? ചേച്ചിക്ക് ഞാനൊരു 300 രൂപ കൊടുക്കാൻ കൊടുത്തേക്കാം. അതാണ് എന്നാ ഇത് എടുക്കേണ്ടത്. പൈസ നിങ്ങളുടെ പൈസ അറിയില്ല, നിങ്ങളുടെ പൈസ തരേണ്ടതാണ് ചേച്ചി പറഞ്ഞേക്കണത്. നിങ്ങൾ ഉടായ്പാണ്. ഞാൻ ചേച്ചിയുടെ കല്യാണം കൊടുത്തോളാം. ഏത് തോർത്താടി? ആ ചുമര തോർത്ത, അതാണ് ചേച്ചി കുളിക്കാൻ എടുക്കണത്. എങ്ങനെ അവള് ചുമലത്തോർത്ത വീഴുന്നത് നീ എങ്ങനെ അറിഞ്ഞടാ? കുളിച്ചിട്ട് വരുമ്പോ ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴല്ല തലയെ കെട്ടിയിട്ട്. ചേച്ചി മുറ്റത്ത് നിൽക്കുമ്പോ ഞാൻ കാണാറുണ്ട് ചുമലത്തോർത്ത് തലയെ കെട്ടിയിരിക്കണ ഞാൻ കാണാറുണ്ട്. അങ്ങനെ പറഞ്ഞതാ. ആണല്ലേ? അതാണ്. പ്രകാശ, കഴിഞ്ഞ മാസം ഞാൻ ബൈക്കിൽ നിന്ന് തലയും കുത്തി വീണ് തലയും പൊട്ടി ചോര ഒലിപ്പിച്ച് ഞാൻ തുണിയും കെട്ടി ഇവിടെ ഇരുന്ന്. നീ മൈൻഡിയോ? അത് തല പൊട്ടി ചോര ഒലിപ്പിച്ചാണോ? പിന്നെ ഞാനോർത്ത് ചേച്ചി കുളിക്കണ ചുമലത്തോർത്ത് കെട്ടിയേക്കണെന്ന്. എന്നിട്ടോ ചേച്ചിയുടെ തോർത്തെന്ന് വിട്ടില്ല. തോർത്തെടുത്ത് കൊടുക്കണ്ടി. തോർത്ത് ഞാനെടുത്ത് തോർത്ത നീ വാങ്ങി പറഞ്ഞേ. ആ തോർത്ത് അവിടെ നിൽക്കുന്നുണ്ടെന്ന് എടുത്താ. നീ എടുത്തരാ, ഞാൻ തുറക്കണി. അങ്ങോട്ട് തിരിഞ്ഞ്
തുറക്ക്. അത് അവിടെ പിടിക്കില്ലെന്ന്. അത് വിട് ഞാൻ ഇനി ഞാൻ പിടിച്ചിട്ടില്ല, നീ അകത്തുനിന്ന് തുറക്ക്. ചേട്ടാ ഇവിടെ തുറക്കാൻ പറ്റുന്നില്ല. തുറക്കാൻ പറ്റുന്നില്ല? കുറ്റി തുറന്നു നോക്കി. ഞാൻ കുറ്റി തുറന്നിട്ടൊന്നും തുറക്കാൻ പറ്റുന്നില്ലെന്ന്. ടെൻഷൻ പിടിക്കണേ. ഞാൻ നോക്കട്ടെ. ശരിക്കും പിടിക്കേ. പിടിക്കണോണ്ടീ. ചേട്ടാ ഞാൻ കയറി പിടിച്ചാലോ? ലോക്കല് ഞാൻ പിടിച്ചാലോ? ലോക്ക ഞാനിപ്പോ തൽക്കാലം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊള്ളല്ലോ, നീ പിടിച്ച. ചേട്ടാ ഒന്ന് ശരിക്കും പിടിച്ച് വലിക്കണം. ടെൻഷൻ കയറല്ലേ. ഇതെന്നാന്നറിയാവോ ഗൗരി? കള്ളപ്പൂട്ട് വന്നാ. കള്ളപ്പൂട്ടാണോ? ഞാൻ കള്ളപ്പൂട്ട് തുറക്കാൻ മെയിൻ ആളാ. നീ മാറിക്കേ, ഞാൻ തുറക്കാം. മാറി ഇങ്ങോട്ട് ഞാൻ തുറക്കാം. ഇത് നോക്കട്ടെ, ഇങ്ങോട്ട് മാറി. സംഭവം കള്ളപ്പൂട്ട് വീണാണല്ലേ? സംഭവം കൊള്ളാം. ഇതേ നമുക്ക് എന്തെങ്കിലും ഒരു സ്കൂട്ടറോ എന്തെങ്കിലും സംഭവം നോക്കട്ടെ, വല്ല ഇരിപ്പുണ്ടോ സംഭവം ഇല്ലോട്ടോ നോക്കാം. സ്ക്രൂ ഡ്രൈവർ ഒന്നും ഈ ഭാഗത്ത്. കത്തിയുണ്ട്, അത് മതി. അടിപൊളി. ഷെയ്ക്കാൻഡ് തരാൻ പറ്റിയ സമയമാണല്ലോ. എന്ത് വെളി വേറൊരു ആ കത്തി ഇങ്ങനെ തുറക്കാൻ നോക്കട്ടെ. ചേച്ചി ടെൻഷൻ വേണ്ടാട്ടോ. ഈ ടെൻഷൻ വേണ്ട കേട്ടോ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. എന്റെ ഭാര്യയോട് എനിക്കും അത് പറയാം. എന്താണ് ഇയാള്? ഇതേ ഞാൻ ഇതിൽ വലിയ ലോക്ക് തുറന്നിട്ടുണ്ട്. ആണോ? കണ്ട തുറന്നു. ഭാഗ്യത്തിൽ തുറന്നു. എന്റെ പൊന്നേ പ്രകാശം. ഇതെങ്ങനെയാണ് ചേച്ചി ഇത് സംഭവിച്ചെങ്ങനെയാണ്? പ്രകാശ ഞാൻ കടന്നിട്ടോ അടച്ചുള്ളൂ വെറുതെ. ഇങ്ങനെ ഒന്ന് അടച്ചു, അത്രേ ഉള്ളൂ. ലോക്കായി. പ്രകാശ നീ അതേ തുറന്ന സ്ഥിതിക്ക് ചായയൊക്കെ കുടിച്ചിട്ട് പോയാ മതി കേട്ടോ. ഇച്ചിരി നേരം ഇവിടെ ഇരി കേട്ടോ പ്രകാശ. ചേട്ടാ നീ ഇതെവിടെയാണോ? ഞാനിവിടെ ബാത്റൂമിലാണ് ചേട്ടാ. ബാത്റൂമിനകത്തോ? തുറന്ന് പുറത്തേക്ക് ഇറങ്ങും, ചായ കുടിക്കാം. തുറക്കാൻ പറ്റിയത് ലോക്കായി പോയി. എന്നാ മണ്ടനാടാ, അവള് പുറത്തിറങ്ങിയപ്പോ നീ ചാടി അകത്ത് കയറി ലോക്കായോ? ചേട്ടാ ഞാൻ ബാത്റൂമിലുണ്ട്. ഇത് തുറക്കാൻ കിട്ടുന്നില്ല ചേട്ടാ. എന്താണ് ഒച്ചപ്പങ്ങൾ ഉണ്ടാക്കി നിൽക്കണ? ഞാൻ ഈ ബാത്റൂമിൽ കിടന്ന് എന്നാ ഒച്ചപ്പാടുണ്ടാക്കാനാണ്? ചേട്ടാ ഞാൻ ബാത്റൂമിൽ തന്നെ ഉണ്ട്. അതെനിക്കറിയാലോ, ബാത്റൂമിൽ തന്നെ ഉണ്ടെന്ന്. വിളിക്കുമ്പോ റിട്ടേൺ റിപ്ലൈ എന്ത് മനസ്സിലായത്? ഗൗരി അയ്യോ ചേട്ടാ. ഗൗരി ചേട്ടാ. ഗൗരി ടോൺ മാറുന്നു. ചേട്ടാ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല ചേട്ടാ. ശ്വാസം കിട്ടുന്നില്ലേ? ഞാൻ തല ഇറങ്ങിപ്പോ വീഴു. ചേട്ടാ ടെൻഷൻ അടിക്കണ്ട. ചേച്ചി തല ഇറങ്ങി വീഴുവാണെങ്കിൽ ഞാൻ കൃത്രിമ ശ്വാസം കൊടുത്തോളാം. എന്റെ ഗൗരിക്ക് കൃത്രിമ ശ്വാസം കൊടുക്കണ്ട. അവക്ക് നല്ല ശ്വാസം ഞാൻ കൊടുത്തോളാം. കൃത്രിമമായിട്ട് എന്ത് ഉള്ളിച്ചെന്നാലും കോമിറ്റിങ് ഉണ്ടാകൂടാ. നിങ്ങൾ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ നിങ്ങളെ ഇത് തുറക്കാനുള്ള എന്തെങ്കിലും പരിപാടി നോക്ക്. ആ ജംഗ്ഷനിൽ ഒരു ലെയ്ത്ത് ഉണ്ട്, അവിടെ പ്രമോദ് എന്ന് പറഞ്ഞ ഒരുത്തുണ്ട്. അവനെ വിളിച്ചോണ്ട് അവൻ തല്ലിപ്പൊട്ടിച്ച് തരും. അതായി ഉഗ്രനടിയെ. ജംഗ്ഷൻ വരെ ലെയ്ത്തിൽ പോയിട്ട് വരുമ്പോ എങ്ങനെയെങ്കിലും മാക്സിമം 20 മിനിറ്റ് എടുക്കും. ആ സമയത്ത് ഇവനിവിടെ കൊയ്ത്ത് നടത്തും. ഇവനെ പല ബാലങ്കനാര് ഐഡിയ ആയിട്ട് വന്നേക്കോ. പിള്ളേരെ കടയെ പറഞ്ഞ് വിട്ടിട്ടുള്ള പരിപാടി. ഞാൻ വിളിക്കുമ്പോ റീപ്ലേ ആണോ? ഞാൻ ലെയ്ത്തിൽ പോകുന്നില്ല. എനിക്ക് ലെയ്ത്ത് ഇഷ്ടമല്ല. ഞാൻ ലെയ്ത്ത് പോകും. വേറെ എന്തെങ്കിലും പരിപാടി വേണം. വേറെ ഇപ്പൊ എന്ത് ചെയ്യാൻ? അടുക്കള വരെ പോണെങ്കിൽ ഒരു മിനക്കെട്ട അടുക്കള അങ്ങ് അറ്റത്ത് കൊണ്ടുണ്ടാക്കി വെച്ചേക്കും. 5 മിനിറ്റ് സമയം എടുക്കും പോയിട്ട് വരാൻ. ആ അടുക്കള ഇവിടെ വല്ല എടുത്ത് എന്ത് പെട്ടെന്ന് സാധനം എടുത്ത് തുറക്കാതെ ഇപ്പൊ. അതെ അടുക്കള വരെ പോയിട്ട് വന്നവരെ എടാ നീ ഒന്ന് മിണ്ടിയും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ എന്ത് മിണ്ടിയും പറഞ്ഞ് നിക്കടാ. ഞാൻ എന്നെ മിണ്ടി പറഞ്ഞ് നിൽക്കാനാണ്. നീ പാട്ട് പാടും. പാട്ടോ? പാട്ട് പാടിക്കും. പാട്ട് പാടും. ഒരു നിമിഷം തരൂ നിന്നിലലിയ. എന്തെല്ലാം സിനിമാ പാട്ടുകൾ വേറെ ഉണ്ടോ? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ആത്മവിദ്യാലയമേ, ഈശ്വരൻ ഹിന്ദു അല്ല. അതൊക്കെ പാടാതെ നിനക്കവിടുന്ന് ഒരു നിമിഷം തരിയോ നിന്നിൽ അലിയാൻ കിട്ടിയത്. ഇനി മാത്രം അലിയാൻ നീ എന്നോട് കറിയിപ്പാണോ? നീ പാട്ട് പാടണ്ട. നീ വേറെ എന്തെങ്കിലും പറഞ്ഞേ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒരു സബ്ജക്ട് ഇട്ടതാ ഞാൻ പറയാം. നീ പറയുമ്പോ സബ്ജക്ട് ഇട്ട് തരാൻ ഞാൻ ശശാങ്കരല്ല, ദിനേശനാണ്. സബ്ജക്ട് എനിക്ക് എന്റെ ഗൗരിയെ കാണണം. എനിക്ക് എന്റെ ഗൗരിയെ ഇപ്പൊ കാണണം. എങ്ങനെ കാണാനായിട്ട്? ഞാൻ ഇവിടെ നിൽക്കുമല്ലേ. ഒരു പണി, ഞാൻ പുറത്തെ വെന്റിലേഷന്റെ അവിടെ വരാം. ഞാൻ പുറകിൽ അവിടെ വരാം. ചേട്ടാ വെന്റിലേറ്റർ ഉയരത്തിലല്ലേ നിക്കണം, അത്ര ഉയരം ഞാൻ ഇല്ലല്ലോ. ചേട്ടാ ടെൻഷൻ അടിക്കണ്ട, ചേച്ചിനെ ഞാൻ എടുത്ത് പൊക്കി പിടിക്കാം. വേണ്ട
എനിക്ക് എന്റെ ഗൗരിയെ കാണണ്ട. ആയില്ല. ഞാൻ മൊബൈലിലെ ഫോട്ടോ കണ്ട് തൃപ്തിപ്പെട്ടോളാം. വേണ്ട, ഗൗരിയെ കണ്ട. നീ ഒരു പണി, നിങ്ങൾ മിണ്ടിയും പറഞ്ഞ് നിൽക്കും. മിണ്ടാ നിൽക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ കൂടുന്നത്. ഞാൻ ഈ ബാത്റൂമിൽ നിന്ന് എന്നാ മിണ്ടാനാ? എടാ സിനിമയുടെ കഥ പറയടാ. സിനിമയുടെ കഥ പറയാം. കഥ പറ. നിനക്ക് ടോപ്പിക്ക് ഞാൻ തരാം. സിനിമയുടെ കഥ. ചേച്ചി ഈ ഭരതൻ സാറിന്റെ വൈശാലി സിനിമ ഉണ്ടാണോ? എന്റെ പ്രകാശ, ഞാൻ വൈശാലി ഒന്നും കണ്ടിട്ടില്ല. എന്റെ പൊന്നി ചേച്ചി ഒന്ന് കാണണം. അതിനകത്ത് ഈ ആദിത്യ മര്യാദ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. എല്ലാം പോലെ ഭയങ്കര ഇതാണ്. പിന്നെ മറ്റേ മയിൽപ്പീലി കൊണ്ട് വൈശാലിന്റെ പുറത്ത് ഇങ്ങനെ എടാ ഭരതൻ സാർ എന്തോരം വേറെ സിനിമ ചെയ്തേക്കണ്ട. അപരം ചെയ്തു, അതിന് ദേശീയ അവാർഡ് കിട്ടി. ഇപ്പഴേ രണ്ടാമത് റീ റിലീസും ചെയ്തു. അതെന്നാണ് ഇറങ്ങിയത്? അറിഞ്ഞില്ലേ? അവനതറിയല. അത് പോട്ടെ, കേളി, വെങ്കലം, അങ്ങനെ എത്രയോ നല്ല സിനിമ പൂജ ചെയ്തേക്കുന്നു. ആ സിനിമയൊക്കെ വിജയിച്ച കേട്ടാ. എങ്ങനെ വിജയിക്കൂടാ? നീയൊക്കെ വൈശാലി കളിച്ചതും കിടക്കുമല്ലേ. ഈ സിനിമാ കഥയും പറയണ്ട. ഞാനൊരു ടോപ്പിക്ക് അങ്ങോട്ട് ഇട്ട് തരാം, അതിനെ പിടിച്ച് പറയാവോ? ആ ശരി, ഇട്ടതാ, ഞാൻ പറയാം. ഇസ്രായേൽ ഗാസ യുദ്ധം, അതിനെ കുറിച്ച് സംസാരിച്ചാൽ മതി. അതൊക്കെ ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ടഫ് ആവണം. ഇരുന്ന് വർക്ക് ചെയ്യാൻ നിനക്ക് അതിന്റെ പരിപാടി ചെയ്തെടുക്കാൻ പറ്റും. ഇസ്രായേൽ ഗാസ യുദ്ധം, അതിനെ കുറിച്ച് സംസാരിക്കണം. ആണോ? അത് തുടങ്ങിയിട്ട് വേണം എനിക്ക് പോകാൻ. കേക്കട്ടെ. ചേച്ചി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്തോരം ആൾക്കാർ മരിച്ചു പോയല്ലേ ചേച്ചി? ഓ, ഞാൻ ടിവിയിൽ കണ്ടായിരുന്നടാ. കെട്ടിടങ്ങളും വീടും ഒക്കെ നശിച്ച് കംപ്ലീറ്റ് ശോകം. ഇതിൽ വേറൊരു പരിപാടി അവൻ നടക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് ഓർക്കുമ്പോഴല്ലോ ചേച്ചി, എന്തോരം കുഞ്ഞുങ്ങളെ മരിച്ചു പോയല്ലേ യുദ്ധത്തില്? ഞാൻ വെക്കാറില്ലടാ സത്യം പറഞ്ഞ. ഒന്നാമത് നമുക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ. അത് ഞാൻ ചോദിക്കാൻ പറ്റില്ല. അതെന്താ? അയ്യോ അയ്യോ, കുഞ്ഞുങ്ങൾ ഇല്ലാതെയല്ല, ഉണ്ടാവാഞ്ഞിട്ടല്ല. കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ ചേട്ടൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് കുറച്ചല്ലേ ആയുള്ളൂ. അഭിപ്രായത്തിൽ നമുക്കൊരു കുഞ്ഞിന്റെ സമയമായി. എടാ പാവി, അടുക്കള വരെ പോയിട്ട് വന്നപ്പോ നീ ഇസ്രായേൽ യുദ്ധം വലിച്ച് ഗൈനക്കോളജി വാർഡ്. ഞാൻ നോക്കട്ടെ, തുറക്കാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ. നോക്ക്. അയ്യോ, നോക്കട്ടെ. നിങ്ങൾ ആ ടൂള് കൊണ്ടുവന്നോ? അതിലൊന്ന് തിക്ക് മേലോട്ട് കയറ്റ്. പയ്യെ തുറക്ക്, പയ്യെ തുറക്ക്. ആവശ്യത്തെ പരിപാടി പോലും കത്തി ചേട്ടാ, എന്ത് കഷ്ടം. ആവശ്യത്തെ പരിപാടി പോലും കത്തി ഗൗരി, ഗൗരി, ചേട്ടൻ എവിടെ? ഞാൻ ബാത്റൂമിനകത്ത്. നിങ്ങൾ എവിടെ? ഞാൻ പുറത്ത്. പ്രകാശനോ? ഞാനിവിടെ ഉണ്ട് ചേട്ടാ. എങ്ങനെ അടിച്ചാലും പന്ത് അവന്റെ ബോസില. ചെന്ന് കയറി നിങ്ങള്. ഞാൻ ആദ്യം കയറിയല്ലേ ചേട്ടാ. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ചേച്ചി ഞാനിവിടെ നിൽക്കുന്നിടത്ത്, ഈ ചേച്ചി എന്ന് പറഞ്ഞാലേ എനിക്ക് സഹോദരിയെ പോലെയാ. എങ്ങനെയാന്നാ? സഹോദരിയെ പോലെ. സഹോദരിയെ പോലെ. ആ പോലെയാണ് എന്റെ പ്രശ്നം മുഴുവൻ കിടക്കുന്നത്. നീ അവിടുന്ന് കുത്തി തുറക്കണം. ഇതെങ്ങനെയെങ്കിലും നീ ഒരു പണി, അപ്പുറത്തെ ലൈറ്റിൽ പോയി പ്രമോദിനെ വിളിച്ചോണ്ട് വാ. എന്റെ പൊന്നിയേട്ടാ, ഈ നട്ടക്കണ്ട വേലത്തി എനിക്ക് പറ്റിയല്ലോ ലൈറ്റിൽ പോനായിട്ട്. ദിനേശേട്ടാ, എപ്രാളപ്പെടില്ല, ഞാൻ പോവാ. മതി മതി മതി. ചേച്ചി പോകാമെങ്കിൽ ഞാൻ ബൈക്ക് എടുക്കാം, നമുക്ക് കുഴപ്പം. സമാധി ആയിക്കോളാം. ഞാൻ നടന്നു പൊക്കോളാം. ചേച്ചി, നടന്നു പോയ ചൂടാണ്, ചാനടിക്കും. അങ്ങോട്ട് ഇറങ്ങട്ടാ, നിന്നെ ഞാനടിക്കും. എങ്ങനെങ്കിലും തുറക്കാം ഇത്. പ്രകാശം ഒന്ന് നോക്കാം. ഇതേ നിങ്ങൾ ടെൻഷൻ അടിക്കില്ലേ? ഇതേ അടിക്കടി ഇങ്ങനെ ലോക്ക് വീണുണ്ടെങ്കിൽ ഈ ലോക്കിനകത്ത് എന്തോ കൃത്രിമം കാണിച്ചിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ. സംഭവം പിടുത്ത കിട്ടി. തുറന്നു. നീ ലോക്കാവില്ല, ഇറങ്ങി ലോക്കാവില്ല. ഇത് കണ്ട ഇതിനകത്തെ ഈ ലോക്കിനകത്ത് ആരോ ചൂയിങ്കം കുത്തിക്കയറ്റി വെച്ചേക്കാണ്. അതാണ് ഈ ലോക്കാവണത്. ചൂയിങ്കം കുത്തിക്കയറ്റി വെച്ച അതാണ്. അത് ഞാനാ. എന്തിന്? ഞാനിവിടെ ഇല്ലാത്തപ്പോ നീ കുളിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് ഒളിഞ്ഞു നോക്കാതിരിക്കാൻ ഞാൻ ചെയ്ത പരിപാടി അത്. എന്റെ ദൈവമേ, ഇവിടെ ആരും വന്ന് ഒളിഞ്ഞു നോക്കാനാ ചേട്ടാ? അയലൊക്കത്തെ ആൾക്കാരുണ്ടല്ലോ. ഈ മനുഷ്യനുണ്ടല്ലോ, സത്യം പറഞ്ഞ ഇതിനകത്ത് പുറത്തിറക്കി വിട്ടതാണ്. ഈ ബാത്റൂമിലിട്ട് പട്ടിണിക്കിട്ട് കൊല്ലായിരുന്നു. കേട്ടി പൂട്ടി ഇയാളെ. എന്താടാ? എന്താ പ്രകാശ നീ പറഞ്ഞേ? എന്താണ്? നിർത്തറ. ഈ നിക്കുന്നതേ എന്റെ ഭർത്താവാ. ഈ മനുഷ്യനെ ബാത്റൂമിലിട്ട് പൂട്ടാനോ? ഗൗരി, ഇങ്ങനെ മാനസിക രോഗ ആശുപത്രിയിലിട്ട് പൂട്ടണം. എന്റെ പ്രകാശ നീ ഇങ്ങോട്ട് വന്ന ചായ ഉണ്ടാക്കി തരാം. അല്ലേ, അടുക്കളയിലേക്ക് പോകുന്ന കൊള്ളാം. അടുക്കളയുടെ വാതിൽ അടക്കണ്ട. അതിന്റെ ലോക്കിനകത്ത് 2 ബബിൾക്കാ ഞാൻ കയറ്റി വെച്ചേക്കും.